നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതാണ്. ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായി അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുത്തു. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കും. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായി അനുഭവിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. Please start meditation. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർട്ട്ഫുള്ള സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ഈ സിസ്റ്റത്തിൽ ജോയിൻ ചെയ്യാം എന്നതിൻ്റെ വിശദ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലിവിങ് ദ ഗോൾ എന്ന ഒരു തീമിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. പാത്ത് ഇസ് ദ ഗോൾ, പാത തന്നെയാണ് ലക്ഷ്യം. അപ്പോൾ നമ്മൾ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ലക്ഷ്യത്തിൽ തന്നെ സഞ്ചരിക്കണം. നമ്മൾ ആ ലക്ഷ്യമായി തീർന്നിട്ട് നമ്മൾ സഞ്ചരിക്കുക. നമ്മൾ പോകുന്ന മേഖലകളിലെല്ലാം എവിടെ പ്രവർത്തിക്കുകയാണെങ്കിലും നമ്മൾ ആ ലക്ഷ്യത്തിൽ നിലനിന്നുകൊണ്ട് പ്രവർത്തിക്കണം. ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ എല്ലാ പ്രവൃത്തികളും ചെയ്യുമ്പം പൂർണ്ണമായിട്ട് കേന്ദ്രീകൃതമായിട്ട് ആ യോഗയുക്തനായിട്ട് പ്രവർത്തിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു യോഗയുക്തൻ ദുഃഖങ്ങളെ മറികടക്കും, പ്രശാന്തി അനുഭവിക്കും, സന്തോഷം അനുഭവിക്കും എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ യഥാർത്ഥത്തിലുള്ള കണ്ടീഷൻ യഥാർത്ഥത്തിൽ ലവ്, ജോയ് ഒക്കെയാണ്, സ്നേഹവും ആനന്ദവും ഒക്കെയാണ്. സഹജമാർഗത്തിലെ 10 പ്രമാണങ്ങളിലെ ആദ്യത്തെ പ്രമാണം പുലരും മുമ്പ് ഉണരുക. അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം നിങ്ങളുടെ പൂജ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ പൂർത്തീകരിക്കുക. സൂര്യോദയത്തിന് മുമ്പ് തന്നെ പൂർത്തീകരിക്കുക. ഇതിൻ്റെ വളരെ സാധാരണ മനസ്സിലാക്കുന്ന ഒരു അർത്ഥത്തെക്കുറിച്ച് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. സൂര്യോദയത്തിന് മുമ്പുള്ള സമയം വളരെ നല്ലതാണ്, കാരണം ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല.
ഒച്ചപ്പാടും ബഹളമൊന്നുമില്ല. ലോകം ഉണരുന്നതേ ഉള്ളൂ, മനുഷ്യരുണരുന്നതേ ഉള്ളൂ. മറ്റുള്ള ചരാചരങ്ങളൊക്കെ ഹാർമണിയിലാണ്, ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നതും പൂക്കൾ വിടുന്നതും എല്ലാം വളരെ ഹാർമണിയിൽ. അപ്പോൾ അത് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ ഡിസ്റ്റർബൻസ് ഇല്ലാണ്ട് നമുക്ക് ഒരു സ്ഥലത്ത് നിന്നിട്ട് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു സമയമാണ് സൂര്യോദയത്തിന് മുമ്പ്. നമ്മളെ പ്രവൃത്തികൾ തുടങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മളെ ദൈനംദിന പ്രവൃത്തികൾ ഇൻ്റർഫിയർ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. ന്യൂസ് പേപ്പർ വന്നിട്ടില്ല, നമ്മൾ ടി വി ഓൺ ചെയ്യരുത്. രാവിലെ തന്നെ ടി വി ഓൺ ചെയ്യുക, മൊബൈൽ നോക്കുക, അങ്ങനെയാവും മെഡിറ്റേഷൻ നമ്മൾ കറപ്റ്റഡ് ആവും. അത് നമ്മുടെ ചിന്തകളിലൊക്കെ ആ ചിന്തകൾ കടന്നു വരും. അപ്പം എത്രയും വേഗം മെഡിറ്റേഷൻ ഇരിക്കുക, കാലും മുഖവും കഴുകി പല്ല് തേച്ച് കുളിക്കണമെങ്കിൽ കുളിക്കാം, അങ്ങനെ വൃത്തി വേണമെന്നാണെങ്കിൽ കുളിക്കാം. അത് എത്രയും വേഗം ധ്യാനത്തിലേക്ക് ഇരിക്കുക എന്നതാണ്. നമ്മൾ സമയം പാഴാക്കാതെ ധ്യാനത്തിലിരിക്കണം. എന്താ കാരണം? നമ്മുടെ ശരിയായിട്ടുള്ള VIP, വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ, നമ്മുടെ മാസ്റ്ററെ കണ്ടുമുട്ടാൻ പോകും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ആ മാസ്റ്ററെ കണക്ട് ചെയ്തിട്ട് ആ ഒരു ഭാവത്തോടെ വേണം ഇറങ്ങാനായിട്ട്. എൻ്റെ ഹയസ്റ്റ് തലത്തിൽ വേണം എനിക്ക് ഇറങ്ങാനായിട്ട്. അപ്പോൾ അതിലേത് പ്രവൃത്തിയിൽ ഇറങ്ങില്ല എന്നുള്ള തീരുമാനം മുതൽ വേണം. അപ്പം അങ്ങനെയാകുമ്പോൾ സൂര്യോദയത്തിന് മുമ്പ് തന്നെ നമുക്കത് ചെയ്യാൻ സാധിക്കും. ഇതിലെന്തായിരിക്കും നമ്മുടെ മനോഭാവം? ആനന്ദമായിരിക്കും. നമ്മൾ ആനന്ദത്തോടെ ഇരിക്കണം. അല്ല ഇതൊരു ജോലിയാണോ എന്ന് ചോദിച്ചിരിക്കാൻ ഇത് അതിൻ്റെ പ്രയോജനം കിട്ടില്ല. ബാബുജി മഹാരാജ് ഒരു ഉദാഹരണം പറയാറുണ്ട്. കൃഷിക്കാരും അതുമാതിരി ലേബറേഴ്സ് എല്ലാം ശാരീരികമായിട്ട് നല്ലോണം അധ്വാനിക്കുന്നു, പക്ഷെ അവർ മസിൽസ് ബിൽഡ് ചെയ്യുന്നു. നേരെ മറിച്ച് ഒരു ജിംനേഷ്യത്തിൽ പോകുന്ന ഒരാളുടെ മസിൽസ് നല്ല ബിൽഡ് ചെയ്യുന്നു. എന്താ കാരണം? കാരണം ആനന്ദത്തോട് കൂടിയിട്ട് എൻ്റെ ശരീരം നന്നാവണം എന്ന് ചോദിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. മറ്റത് ഒരു ഡയറിയായിട്ട് മടുപ്പോട് കൂടി ചെയ്യണം. അപ്പോൾ നമ്മൾ ആനന്ദത്തോട് കൂടിയിട്ട് വേണം നമ്മുടെ എല്ലാ പ്രവർത്തനവും. നമ്മുടെ ശരീരം ശരിക്കും വലിയൊരു എന്താ പറയുക, ഒരു യൂണിവേഴ്സലാണ്. എത്രയോ കോടാനുകോടി കോശങ്ങൾ കമ്പൈൻ ചെയ്തിട്ട് ഈ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്. വലിയൊരു സ്ട്രക്ചറാണ്. ഇതിന് ബ്ലഡിൽ കോശങ്ങളുണ്ട്, ഹോർമോൺ സിസ്റ്റംസ് ഉണ്ട്, എല്ലാ സെൽസും ഉണ്ട്. എല്ലാം ഒരു ജീവിയാണെന്ന് കരുതും. അങ്ങനെയാണ്. അത് ജനിക്കുന്നു മരിക്കുന്നു. നമ്മുടെ ഈ ശരീരം എന്ന പ്രപഞ്ചത്തിലായി ജനിക്കുന്നു മരിക്കുന്നു. അപ്പോൾ അവര് നമ്മളിതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കണം. സന്തോഷത്തോട് കൂടിയിട്ട് എല്ലാവരും ഒരുമിച്ച് ധ്യാനത്തിരിക്കുക. ഒരു ബോഡി റിലാക്സേഷൻ നമ്മളതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മൈൽഡായിട്ടൊരു ബോഡി റിലാക്സേഷൻ, ബ്രീതിങ് റെഗുലേറ്റ് ചെയ്യുക. ഒരുപാട് ഫിസിക്കൽ എക്സസൈസസ് ചെയ്തിട്ട് മെഡിറ്റേഷൻ ഇരിക്കുന്നതിനേക്കാളും നല്ലത് ആദ്യം മെഡിറ്റേഷൻ ചെയ്തിട്ട് പിന്നെ ഫിസിക്കൽ എക്സസൈസ് ചെയ്യുന്നതാണെന്നാണ് എൻ്റെ അനുഭവത്തിൽ എനിക്ക് തോന്നുന്നത്. കാരണം ശാരീരികമായിട്ട് ഒരുപാട് അധ്വാനിച്ച് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ പേരുവേന കാലുവേന, ചിലപ്പോൾ ഉറക്കം വരും, പിന്നെ ഡിസ്റ്റർബ്ഡ് ആവും. അപ്പോൾ ആദ്യം മെഡിറ്റേഷൻ ചെയ്യുക, ഒന്ന് റിലാക്സ് ചെയ്യുക, ബോഡിയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, എല്ലാ ഭാഗങ്ങളെയും ഒന്ന് കെയർ ചെയ്യുക, റിലാക്സ് ചെയ്യുക. എന്നിട്ട് 4-5 മിനിറ്റ് കൊണ്ട് മെഡിറ്റേഷനിലേക്ക് പോകും. പിന്നെ ബോഡി റിലാക്സേഷൻ, പിന്നെ ബ്രീതിങ് എല്ലാം ചെയ്ത് നേരെ മെഡിറ്റേഷനിലേക്കാണ്. അപ്പോൾ അതിനാണ് പൂജ എന്ന് ബാബുജി മഹാരാജ് വിളിക്കുന്നത്. നമ്മൾ പൂജ എന്നുള്ള പദം കേൾക്കുമ്പോൾ നമ്മൾ ബാഹ്യമായിട്ട് പൂജ എന്നുള്ള അർത്ഥത്തിൽ ചിന്തിച്ചു. നമ്മൾ ആരെയാണ് പൂജിക്കുന്നത്? പൂജാർഹനായിട്ടുള്ളതിനെ പൂജിക്കുന്നത്. ശരിക്കും പൂജാർഹനാകുന്നു എൻ്റെ ജീവിതത്തിൽ എനിക്ക് എല്ലാം നൽകുന്ന എൻ്റെ ഉള്ളിലുള്ള ആ ലൈഫ് ഫോഴ്സ്, അതാണ് എൻ്റെ പൂജ അർഹിക്കുന്നത്. അതില്ലെങ്കിൽ ഇതൊന്നുമില്ല, ഈ ലോകമില്ല, പ്രപഞ്ചമില്ല, ഒന്നുമില്ല. ഇതൊക്കെ കാണാൻ പറ്റില്ല, കേൾക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതിനോട് നമ്മുടെ കൃതജ്ഞത, ആ ലൈഫ് ഫോഴ്സ്, അത് തന്നെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. ആ ഈശ്വരനോട് നമ്മൾ നമ്മുടെ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. ഇന്നത്തെ ദിവസം ഞാൻ അങ്ങയോട് കണക്ട് ചെയ്തിട്ട് ഞാൻ പ്രവർത്തിച്ചോളാം, അങ്ങൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പെനിക്കുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ എക്സ്പ്രഷൻ, ആ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ജോയ്. നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്, മാസ്റ്റർ ഇസ് ഓൺലി ഫ്രണ്ട് എന്ന് ചാരിജി മഹാരാജ് പറയാം. ഒരേ ഒരു സുഹൃത്തേ ഉള്ളൂ നമ്മുടെ കൂടെ എന്നും എപ്പോഴുമുള്ള സുഹൃത്ത്, എൻ്റെ ഉള്ളിലുള്ള ആ മാസ്റ്റർ, ഹയസ്റ്റ് വേർഷൻ. അപ്പം അതുമായി നമ്മൾ കണക്ട് ചെയ്തിട്ട് ദിവസം മുഴുവൻ ആ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കൂടെ വേണം പ്രവർത്തിക്കാനായിട്ട്. അപ്പോൾ പ്രവൃത്തികളിലൊക്കെ ഊർജ്ജം വരുന്നു, അതിൽ ആ കോൺഫിഡൻസ് വരുന്നു, കറേജ് വരുന്നു, തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നു, നമ്മുടെ പർപ്പസ്ഫുൾ ആവുന്നു, സ്നേഹം നിറഞ്ഞതാവുന്നു, കമ്പാഷൻ നിറഞ്ഞതാവുന്നു. ആ പുലരും മുമ്പ് ഉണർന്ന് നമ്മുടെ
പൂജ സൂര്യോദയത്തിന് മുമ്പ് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. കാരണം സൂര്യൻ ഉദിക്കുമ്പോൾ പ്രപഞ്ചം മുഴുവൻ ഉണരാണ്, ലോകം മുഴുവൻ ഉണരാണ്, എല്ലാവരും വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഞാൻ വർക്കിലേക്ക് പ്രവേശിക്കുന്നത് സൂര്യൻ അതിന്റെ പ്രകാശം ചൊരിയുന്നതിന് മുമ്പ് ഞാൻ കണക്റ്റഡ് ആവും. ഈ ലോകത്തിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് സൂര്യനാണ്. അപ്പൊ ഇതിനൊരു സിംബോളിക് സിഗ്നിഫിക്കൻസ് കൂടിയുണ്ട്. അപ്പൊ എൻ്റെ ജാഗ്രത അവസ്ഥയിലുള്ള പ്രവൃത്തികളിലേക്ക് ഞാൻ പ്രവേശിക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഹയസ്റ്റ് റിയാലിറ്റി ആയിട്ട് ഞാൻ കണക്ട് ചെയ്തിട്ട് വേണം ഇറങ്ങും എന്നുള്ള ആ തീരുമാനത്തിലാണ് ഞാൻ ഇതൊരു ആനന്ദം. അപ്പൊ നമ്മൾ തുടങ്ങേണ്ടത് ജോയിനാണ്. അപ്പൊ അങ്ങനെയാകുമ്പോൾ അത് കൂടുതൽ 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 എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അപ്പൊ ഈ കാര്യത്തെക്കുറിച്ച് നമുക്ക് വീണ്ടും ഡിസ്കസ് ചെയ്യാം. എല്ലാവരും ഇതേക്കുറിച്ച് ആഴത്തിലൊന്ന് ചിന്തിക്കും. കമന്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യും. നന്ദി, നമസ്കാരം.